അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ സാറിലേക്ക് വരുമ്പോ നമ്മുടെ KG യേശുദാസിന് തന്നെ നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്തു താങ്കൾ എന്ന്. അയ്യോ, വാങ്ങിക്കൊടുത്തു എന്നൊന്നും പറയരുത്. വാങ്ങിക്കൊടുത്തു എന്നല്ല, അത് ഒരുപാട് എന്റെ ബാക്കിൽ കുറെ സ്റ്റോറീസ് ഉണ്ട്. അത് ശരിക്കും ആ പാട്ട് ദുബൈയിൽ നിന്ന് ദുബൈയിൽ നിന്ന് അത് അവർക്ക് റെക്കോർഡ് ചെയ്തു. ദാസേട്ടൻ ഞാനും ദുബൈയിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവിടെ ഉള്ളത് കൊണ്ട് ദാസേട്ടൻ ഒന്ന് ഫ്രീ ആയതുകൊണ്ട് അപ്പൊ നോക്കുമ്പോൾ ദാസേട്ടന് അന്ന് പത്മവിഭൂഷൺ കിട്ടിയ സമയമായിരുന്നു. അപ്പോൾ ദാസേട്ടന്റെ ശബ്ദം അന്ന് ഇന്റർവ്യൂസ് ഇരിക്കുന്ന ആൾക്കാരിങ്ങനെ വന്ന് പിന്നെ ദുബൈയിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ശബ്ദം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ നിന്ന് പാടിയില്ല. പിന്നെ നമ്മൾ ചെന്നൈയിൽ വന്നു പാടി. പിന്നെ 2-3 തവണ പാടിയ പാട്ടാണ്. പാടിക്കഴിഞ്ഞിട്ടും ദാസേട്ടൻ എന്ത് ചെയ്തു, ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നു. ദാസേട്ടൻ അന്ന് എന്നെ രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ദാസേട്ടൻ പറഞ്ഞു, നാരായണ ഞാൻ ഒന്നുകൂടെ 1-2 സ്ഥലം ഒന്നുകൂടെ കേട്ടു നോക്കി. ഞാൻ നോക്കി രമേഷിന്റെ അടുത്ത് നാരായണന്റെ അടുത്ത് പറയാതെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു, സ്റ്റുഡിയോന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ 1-2 സ്ഥലത്ത് പാടാം, ഒന്നുകൂടെ. അത്രയും ഡെഡിക്കേഷനിലാണ് ദാസേട്ടൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ സംഗീതം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തെ കാണുന്നത്. പെർഫെക്ഷൻ, ഇനിയും പെർഫെക്ഷൻ വേണം, ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് ദാസേട്ടൻ്റെത്. അന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ പാടി. പിന്നെ അവാർഡിന്റെ സമയത്ത് വരുമ്പോൾ ദാസേട്ടന് നാഷണൽ അവാർഡ് ഈ സോങ്ങിന് ഉണ്ടാവുന്നു. എനിക്കും വേറൊരു കാറ്റഗറിയിൽ നാഷണൽ അവാർഡ്. അത് ഒക്കെ ഒരു നിമിത്തമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം, ഗുരു കടാക്ഷം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ സാറിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അതിനകത്ത് ഇപ്പോൾ 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ 15 മിനിറ്റും ഗുരുവിനെ കുറിച്ചാണ് സംസാരിക്കാറ്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ ഇപ്പൊ നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഇപ്പോഴും നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ടോ? ഉണ്ട്, രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാ മക്കള്? രാവിലെ എഴുന്നേക്കാൻ പറയും, ചിലപ്പോൾ എഴുന്നേക്കില്ല, ചില സമയത്ത് എഴുന്നേൽക്കും. പിന്നെ കോൺസെർട്ട് ഉള്ള സമയത്ത് എനിക്ക് ലൈവ് അടിയൊക്കെ അത് കുഴപ്പമില്ല. എനിക്കൊരു ലൈവായിട്ട് അതായത് പ്രാക്ടീസിന്റെ കാര്യമല്ലേ. അപ്പൊ പ്രാക്ടീസ്, റിയാജ് ജീവിതത്തില് 24 hours പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് അങ്ങനെ അങ്ങ് പോകും, നമ്മളങ്ങ് പൊക്കി കൊണ്ടുപോകും. പക്ഷെ അത്രയും പ്രാക്ടീസ് ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് അത്രയും കഴിവുണ്ട്. 2 പേരും ഇനിയും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അതാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്. മ്യൂസിക് എൻ്റെ മക്കളോടത്ത് മാത്രമല്ല, മ്യൂസിക് ഉള്ളവരടുത്ത്. ഞാനൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അല്പമെങ്കിലും ഇപ്പം പാടുന്നത്, കുറച്ചെങ്കിലും പാടുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ രാവിലത്തെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സസ് കഴിഞ്ഞ് ഞാനിപ്പോഴും ഇരിക്കും. ഞാനിപ്പോഴും അടുത്ത കോൺസേർട്ട് പ്രോഗ്രാംസ് കുറേ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് മനസ്സിൽ കൊണ്ട് ഇങ്ങനെ ഡെയിലി മനസ്സിൽ ഓരോ രാഗത്തിനെയും എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഒരുമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാക്സിമം ഉണ്ടായിരിക്കാം.